അസ്സലാമു അലൈക്കും. പരിമിതികളെ അതിജീവിച്ച് എങ്ങനെ പ്രകൃതിയുമായി സംവദിക്കാം എന്നതിൻ്റെ ചെറിയൊരു നേർക്കാഴ്ചയാണിത്. പലപ്പോഴും സ്ഥലപരിമിതിയോ സൗകര്യങ്ങളുടെ കുറവോ പറഞ്ഞ് നാം കൃഷിയിൽ നിന്ന് വിട്ടുനിൽക്കാറുണ്ട്. സർഗാത്മകമായി ചിന്തിച്ചാൽ നമ്മുടെ വീടിൻ്റെ മതിലുകൾ പോലും സമൃദ്ധമായ വിളഭൂമിയാക്കി മാറ്റാം എന്ന് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നു. ഈ തക്കാളി ചെടികൾക്ക് താങ്ങായി നിൽക്കുന്നത് അരികിലുള്ള ആ ചെറിയ കവുങ്ങിൻ തൈകളാണ്. വീടിൻ്റെ മതിലിന് മുകളിൽ ഇരുമ്പ് ആംഗിൾ സ്ഥാപിച്ച് അതിനു മുകളിൽ മരപ്പലകകൾ പാകിയാണ് ഈ പ്ലാസ്റ്റിക് ചട്ടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രകൃതിയിൽ ഓരോ ജീവനും മറ്റൊന്നിന് താങ്ങാവണം എന്ന വലിയ പാഠം ഈ ചെറിയ കാഴ്ച പകർന്നു നൽകുന്നു. പ്രായത്തിൽ ചെറുതാണെങ്കിലും ആ കവുങ്ങിൻ തൈ നൽകുന്ന ഉറച്ച പിന്തുണയാണ് ഈ തക്കാളി ചെടികൾ ഇത്ര സമൃദ്ധമായി പൂത്തു നിൽക്കുന്നത്. മാലിന്യ നിർമ്മാർജ്ജനവും ഭക്ഷ്യസുരക്ഷയും ഒരേപോലെ ഇവിടെ നടപ്പിലാക്കുന്നു. വിപണിയിലെ വിഷം കലർന്ന പച്ചക്കറികളെ ഭയപ്പെടുന്ന കാലത്ത് സ്വന്തമായി അധ്വാനത്തിൽ നിന്ന് ലഭിക്കുന്ന മായമില്ലാത്ത ഈ ആഹാരം വലിയ അനുഗ്രഹമാണ്. അള്ളാഹു തന്ന ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും കടമയാണ്. എളിമയോടെയുള്ള ഈ പരിശ്രമം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു പ്രചോദനത്തിനാണ്. വലിയ കൃഷിഭൂമിയോ വിപുലമായ സജ്ജീകരണങ്ങളോ അല്ല കൃഷിക്ക് വേണ്ടത്. മണ്ണറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള സന്മനസ്സാണ്. നമ്മുടെ മക്കൾക്ക് വിഷരഹിതമായ ആഹാരം നൽകാൻ നാം ഓരോരുത്തരും ഇത്തരത്തിൽ ചെറിയ മാതൃകകൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. ഈ പച്ചപ്പും പ്രകൃതിയും നമുക്ക് നൽകുന്ന സമാധാനം വാക്കുകൾക്ക് അതീതമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമല്ലോ.